ഹായ് ഹലോ ഓൾ വെൽക്കം ടു വരാന്താരീസ് മലയാളം. ഞാൻ കാർത്തിക്. ഇന്നത്തെ നമ്മുടെ GS സെഷൻ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് നമ്മൾ ഡിസ്കഷൻ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിലെ 8ാമത്തെ സെഷനാണ്. അപ്പോൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള 7 സെഷൻസും കണ്ടിട്ടില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും ആ സെഷൻസൊക്കെ ഒന്ന് കണ്ടിട്ട് ഇത് കാണാനായിട്ട് എത്തുക. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിഡീവൽ ഇന്ത്യ. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ പഠിച്ചു പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എന്താണ് വരാന്ത റൈസിൻ്റെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ എന്താണ് റൈസിനെ യുണീക്ക് ആക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ബേസിക് ക്ലാസ്സസിനോടൊപ്പം തന്നെ സർക്കിൾ സെഷൻസ് അഥവാ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും. അത് ബേസിക് ലെവലിൽ നിന്നും എക്സ്ട്രീം ലെവൽ വരയ്ക്കും ഉണ്ടായിരിക്കും. ഓക്കെ, ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ബേസിക് സർക്കിൾസിൽ പഠിക്കുന്നതെങ്കിൽ എക്സ്ട്രീം വരുന്ന സമയത്തേക്ക് നമുക്ക് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ സൂപ്പർ ബാച്ചസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള റിപ്രോഗ്രാംസ്, അതുപോലെ ഇൻ്റർവ്യൂസ് ഉള്ള പോസ്റ്റുകൾക്കായിട്ട് മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് ഉണ്ടാവും. അപ്പോൾ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു പാനലായിരിക്കും ആ ഒരു സെഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പ്രോഗ്രാംസ് എല്ലാം തന്നെ ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ SSC അതുപോലെ തന്നെ ബാങ്ക്, റെയിൽവേ തുടങ്ങിയ എക്സാമിനേഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്കോ ഫ്രണ്ട്സിനൊക്കെ എക്സാം റിലേറ്റഡ് ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഇവിടെ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. സാറൈ നൂർ മഹൽ ഈസ് സെൻട്രലി പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റ് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഓക്കെ, സാറൈ നൂർ മഹൽ. അപ്പോൾ ഈ ഒരു മോണുമെൻറ്റ് എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് MTSന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ഓക്കെ, MTSന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? സാരൈ നൂർ മഹൽ അതാണ് മോണുമെൻറ്റിൻ്റെ പേര്. ഓക്കെ, ഏതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, പഞ്ചാബ്. ഓക്കെ, അപ്പോൾ സാരൈ നൂർ മഹൽ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നിയർ ജലന്ധർ, പഞ്ചാബ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോണുമെൻ്റ് കൺസ്ട്രക്റ്റ് ചെയ്ത മുഗൾ എംപറർ ആരാണെന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ ചെയ്യാൻ പറ്റണം. അപ്പോൾ സാരൈ നൂർ മഹൽ എന്ന ഈ ഒരു മോണുമെൻ്റ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് ജഹാംഗീർ ആണ്. ഓക്കെ, കൺസ്ട്രക്റ്റഡ് ബൈ ജഹാംഗീർ. ഓക്കെ, ജഹാംഗീർ അദ്ദേഹം മുഗൾ എംപയറിലെ 4ാമത്തെ റൂളറാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് സലിം. ഓക്കെ, ശേഷം അദ്ദേഹം സ്വീകരിച്ച ടൈറ്റിലാണ് ഈ ഒരു ജഹാംഗീർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് നൂറുദ്ദീൻ മുഹമ്മദ് ജഹാംഗീർ. നൂറുദ്ദീൻ മുഹമ്മദ് ജഹാംഗീർ. ഓക്കെ, അദ്ദേഹം അക്ബറിൻ്റെ സണ്ണാണ്. ഓക്കെ, അപ്പോൾ ജഹാംഗീറിനെ പറ്റി പറയുമ്പോൾ അവിടെ നമുക്ക് മുൻ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ഓർമ്മിക്കാം. അതായത് ഗുരു അർജൻ ദേവ് അതായത് 5ാമത്തെ സിഖ് ഗുരു ആയിട്ടുള്ള ഗുരു അർജൻ ദേവിനെ എക്സിക്യൂട്ട് ചെയ്ത മുഗൾ റൂളർ അല്ലെങ്കിൽ മുഗൾ എംപറർ ആരാണെന്നൊരു ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ജഹാംഗീർ തന്നെയാണ്. അപ്പോൾ എക്സിക്യൂട്ടഡ് ഗുരു അർജുൻ ദേവ്. ഗുരു അർജുൻ ദേവ് എന്ന് പറയുന്നത് 5ാമത്തെ സിഖ് ഗുരു ആണ്.
അപ്പോൾ സാരൈ നൂർ മഹൽ ജഹാംഗീറാണ് കൺസ്ട്രക്ട് ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തൊരു മോസ്ക്, അതായത് ബീഗം ഷാഹി മോസ്ക്. ബീഗം ഷാഹി മോസ്ക് കൺസ്ട്രക്ട് ചെയ്തതും ജഹാംഗീറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബീഗം ഷാഹി മോസ്കിന് മറ്റൊരു പേര് കൂടിയുണ്ട്, മറിയം സമാനി മോസ്ക്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് ബീഗം ഷാഹി മോസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോസ്ക് ഓഫ് മറിയം സമാനി, അല്ലെങ്കിൽ മറിയം സമാനി മോസ്ക് എന്നറിയപ്പെടുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ജഹാംഗീറാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ മദറിനെ ഓണർ ചെയ്യുന്ന രീതിക്കാണ് ഈ ഒരു മോണുമെൻ്റ് അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തത്, ഇൻ ഓർഡർ ടു ഓണർ ഹിസ് മദർ. ഓക്കെ, അപ്പോൾ ബീഗം ഷാഹി മോസ്ക് അല്ലെങ്കിൽ മറിയം സമാനി മോസ്ക്, ഇൻ ഓർഡർ ടു ഓണർ ഹിസ് മദർ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു മോണുമെൻ്റ് ആണ് ഇത്മത് ഉദ് ദൗള. ഓക്കെ, ഇത്മത് ഉദ് ദൗള. അപ്പോൾ ഈ ഒരു മോണുമെൻറ്റിനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത്മത് ഉദ് ദൗള എന്ന് പറയുന്ന ഈ ഒരു മോണുമെൻറ്റിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ബച്ച താജ്. ബച്ച താജ് എന്ന് അറിയപ്പെടുന്നത് ഇത്മത് ഉദ് ദൗളയാണ്. ബച്ച താജ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ബേബി താജ് എന്നാണ് എൻ്റെ ഒരു അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്മത് ഉദ് ദൗള. അപ്പോൾ ഈ ഒരു മോണുമെൻ്റ് കൺസ്ട്രക്ട് ചെയ്തത് ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നൂർജഹാനാണ്. നൂർജഹാൻ. ഓക്കെ, നൂർജഹാൻ എന്ന് പറയുന്നത് ജഹാംഗീറിൻ്റെ വൈഫാണ്. ജഹാംഗീറിൻ്റെ വൈഫാണ് നൂർജഹാൻ. ഓക്കെ, അപ്പോൾ നൂർജഹാൻ അവർക്ക് ആ ഒരു ടൈറ്റിൽ, അവർ റിസീവ് ചെയ്ത ടൈറ്റിലാണ് ഈ നൂർജഹാൻ. അവരുടെ റിയൽ നെയിം എന്ന് പറയുന്നത് മെഹറുൻ നിസ. അപ്പോൾ ആ ഒരു ഡാറ്റ കൂടി നമുക്കൊന്ന് ഓർമ്മിക്കാം. അതായത് നൂർജഹാൻ എന്നത് അവരുടെ ഒരു ടൈറ്റിൽ, അവർ റിസീവ് ചെയ്ത ഒരു ടൈറ്റിലാണ്. റിയൽ നെയിം എന്ന് പറയുന്നത് മെഹറുൻ നിസ. ഓക്കെ, അപ്പോൾ ഇത്മത് ഉദ് ദൗള കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നൂർജഹാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു ബീഗം ഷാഹി മോസ്ക് ജഹാംഗീർ കൺസ്ട്രക്ട് ചെയ്തതാണ് മദറിനെ ഓണർ ചെയ്യുന്നതിനായിട്ട്. അതേസമയം ഇത്മത് ഉദ് ദൗള എന്ന് പറയുന്നത് നൂർജഹാൻ അവരുടെ ഫാദറിനെ ഓണർ ചെയ്യുന്ന രീതിക്ക്, അല്ലെങ്കിൽ ഫാദറിൻ്റെ മെമ്മറിക്കായിട്ട് പണി കഴിപ്പിച്ച മോണുമെൻ്റാണ് ഈ ഒരു ഇത്മത് ഉദ് ദൗള. ഓക്കെ, അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ഓർമ്മിക്കാം. അപ്പോൾ ഇത്മത് ഉദ് ദൗള in order to commemorate father of നൂർജഹാൻ. ഓക്കെ, നൂർജഹാൻ്റെ ഫാദർ, അദ്ദേഹത്തിൻ്റെ നെയിം എന്ന് പറയുന്നത് മിർസ ഗിയാസ് ബീഗ്. മിർസ ഗിയാസ് ബീഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഫാദറിനെ ഓണർ ചെയ്യുന്നതിനായിട്ടാണ് നൂർജഹാൻ ഈ ഒരു മോണുമെൻ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്യാപ്റ്റൻ ഹോക്കിൻസ് ആൻഡ് സർ തോമസ് റോ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഡാഷ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഹുമയൂൺ, ജഹാംഗീർ, അക്ബർ, ബാബർ. അപ്പോൾ താഴെ പറയുന്ന ഏത് റൂളറിൻ്റെ റെയിൻ പീരീഡിലാണ് ഈ പറയുന്ന ക്യാപ്റ്റൻ ഹോക്കിൻസ് അതുപോലെ തന്നെ സർ തോമസ് റോ അവർ ഇന്ത്യ വിസിറ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും റൈറ്റ് ആൻസർ? നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജഹാംഗീർ. ഓക്കെ, അപ്പോൾ ജഹാംഗീറിൻ്റെ കോർട്ടിലാണ് ഇവരെത്തുന്നത്, അല്ലെങ്കിൽ ജഹാംഗീറിൻ്റെ റെയിൻ പീരീഡിലാണ് ക്യാപ്റ്റൻ ഹോക്കിൻസും അതുപോലെ തന്നെ സർ തോമസ് റോയും ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നു. ക്യാപ്റ്റൻ ഹോക്കിൻസ് ആൻഡ് സർ തോമസ് റോ.
ഓക്കെ, അപ്പോൾ ക്യാപ്റ്റൻ ഹോക്കിൻസ് അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത് 1608-ലാണ്. 1608-ലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്, ജഹാംഗീറിൻ്റെ കോർട്ടിലേക്ക് എത്തുന്നത്. എന്തിനാണ് അദ്ദേഹം എത്തുന്നത് നോക്കിക്കഴിഞ്ഞാൽ സൂറത്തിൽ ഒരു ഫാക്ടറി പണിയുന്നതിനുള്ള പെർമിഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജഹാംഗീറിൻ്റെ കോർട്ട് വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഓർഡർ ടു സീക്ക് പെർമിഷൻ. ഓക്കെ, അപ്പോൾ ജഹാംഗീർ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്ന ആ ഒരു പേര് നമുക്കൊന്ന് നോക്കാം. ഇംഗ്ലീഷ് ഖാൻ എന്നായിരുന്നു ജഹാംഗീർ ക്യാപ്റ്റൻ ഹോക്കിൻസിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ജഹാംഗീർ ഒരു മൻസബ്ദാറായിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, മെയ്ഡ് ഹിം എ മൻസബ്ദാർ. ഓക്കെ, അപ്പോൾ ആ ഒരു വിശേഷണം ഇംഗ്ലീഷ് ഖാൻ അത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം, നമുക്കതൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സർ തോമസ് റോ. ഓക്കെ, സർ തോമസ് റോ അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത് 1615-ലാണ്. ഓക്കെ, 1615-ലാണ് അദ്ദേഹം ജഹാംഗീറിൻ്റെ കോർട്ടിൽ അല്ലെങ്കിൽ ജഹാംഗീറിൻ്റെ റെയിൻ പീരീഡിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എത്തുന്നത് ജെയിംസ് ഒന്നാമൻ, ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ അംബാസഡറായിട്ടാണ് സർ തോമസ് റോ എത്തുന്നത്. ഓക്കെ, ആസ് ആൻ അംബാസഡർ ഓഫ് ജെയിംസ് I ഓഫ് ഇംഗ്ലണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോർട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു ഡച്ച് മാൻ കൂടി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരും കൂടെ നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. അതായത് ഫ്രാൻസിസ്കോ പെൽസാട്ട്. ഇദ്ദേഹം ഒരു ഡച്ച് മാനാണ്. ഓക്കെ, അപ്പോൾ ഫ്രാൻസിസ്കോ പെൽസാട്ടും ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോൾ ജഹാംഗീർ റെയിൻ പീരീഡിലാണ് അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 1617 ജഹാംഗീർ ചെയ്തൊരു കാര്യം കൂടി നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. അതായത് ടൊബാക്കോയുടെ സ്മോക്കിംഗ് യൂസ് അദ്ദേഹം പ്രൊഹിബിറ്റ് ചെയ്തു. ഓക്കെ, പ്രൊഹിബിറ്റഡ് സ്മോക്കിംഗ് യൂസ് ഓഫ് ടൊബാക്കോ. അപ്പോൾ ആ ഒരു കാലഘട്ടം കൂടി മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. പ്രൊഹിബിറ്റഡ് സ്മോക്കിംഗ് യൂസ് ഓഫ് ടൊബാക്കോ 1917. അപ്പോൾ ഈ ഒരു ടൊബാക്കോയുടെ സ്മോക്കിംഗ് യൂസ് അദ്ദേഹം പ്രൊഹിബിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ടൊബാക്കോ കൊണ്ടുവന്നത് ബ്രോട്ട് ബൈ പോർച്ചുഗീസ്. ഓക്കെ, അതൊരു നല്ലൊരു പോയിൻ്റാണ്. 1917 അല്ല, ഇറ്റ് ഈസ് 1617. 1617 സ്മോക്കിംഗ് യൂസ് അദ്ദേഹം പ്രൊഹിബിറ്റ് ചെയ്യുകയുണ്ടായി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: Who among the following had been given the title of Sultan Buland Iqbal by ഷാജഹാൻ? ഓക്കെ, അപ്പോൾ സുൽത്താൻ ബുലന്ദ് ഇക്ബാൽ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ഈ താഴെ പറയുന്നവയിൽ ആർക്കാണ് ലഭിച്ചത്, അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ ഷാജഹാൻ കൊടുത്തത് ആർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് CPOക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ക്യാപ്റ്റൻ ഹോക്കിൻസ് ആൻഡ് സർ തോമസ് റോ, ഇത് MTSന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ? സുൽത്താൻ ബുലന്ദ് ഇക്ബാൽ.
അപ്പോൾ ഈ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഷാജഹാൻ. ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ദാര, അതുപോലെ തന്നെ ഔറംഗസേബ്, ഷുജ, മുറാഡ്. ഇതായിരിക്കും റൈറ്റ് ആൻസർ. സുൽത്താൻ ബുലന്ദ് ഇക്ബാൽ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത് ഓപ്ഷൻ എ ദാര. ദാര ഷിക്കോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അപ്പോൾ ഈ ഓപ്ഷനിൽ കാണുന്ന ദാര ഷിക്കോ, അതുപോലെ തന്നെ ഔറംഗസേബ്, ഷുജ, മുറാഡ്, ഇതെല്ലാം ഈ 4 പേരും ഷാജഹാൻ്റെ പുത്രന്മാരാണ്. ഓക്കെ, അപ്പോൾ ഷാജഹാൻ ഷാജഹാൻ്റെ ആ ഒരു റെയിൻ പീരീഡിനെ ഗോൾഡൻ ഈറ അല്ലെങ്കിൽ ഗോൾഡൻ റെയിൻ പീരീഡ് ഓഫ് മുഗൾ എംപയർ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഗോൾഡൻ ഈറ ഓഫ് മുഗൾ എംപയർ. ഓക്കെ, അദ്ദേഹം 5ാമത്തെ മുഗൾ റൂളറാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു എംപയറിൻ്റെ ക്യാപിറ്റൽ ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊരു നല്ലൊരു പോയിൻ്റാണ്. ട്രാൻസ്ഫേർഡ് ദ ക്യാപിറ്റൽ ഫ്രോം ആഗ്ര ടു ഡൽഹി. ഓക്കെ, ഇത് അദ്ദേഹം 1648 ചെയ്തത്. അതായത് ഈ ഒരു ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തത് 1648. ഓക്കെ, എന്നിട്ട് ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് ചേഞ്ച് ചെയ്തു. എന്നിട്ട് ശേഷം അദ്ദേഹം ക്യാപിറ്റലിനെ വിളിച്ച ആ ഒരു പേര് ഷാജഹാനാബാദ് ആൻഡ് കോൾഡ് ദ ക്യാപിറ്റൽ ആസ് ഷാജഹാനാബാദ്. അപ്പോൾ ഷാജഹാനാബാദ് എന്നായിരുന്നു അദ്ദേഹം ക്യാപിറ്റലിനെ വിളിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ 1632 അദ്ദേഹം അഹമ്മദാനഗർ അനക്സ് ചെയ്തു. മീൻസ് മുഗൾ എംപയറിലേക്ക് അഹമ്മദാനഗർ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. അനക്സ്ഡ് അഹമ്മദാനഗർ, മഹാരാഷ്ട്ര. ഓക്കെ, ഈ ഒരു അഹമ്മദാനഗറിൻ്റെ ഫൗണ്ടർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മാലിക് അഹമ്മദ്. അപ്പോൾ മാലിക് അഹമ്മദ് അദ്ദേഹത്തെ പറ്റി നമ്മൾ മുന്നേ ഉള്ള സെഷനുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഡൽഹി സുൽത്താനൻ്റെ ഒക്കെ പറഞ്ഞു വന്ന സമയത്ത് നമ്മളവിടെ കണ്ടായിരുന്നു. മാലിക് അഹമ്മദ് അദ്ദേഹം ഏത് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷാഹി ഡൈനാസ്റ്റി. ഫൗണ്ടർ ഓഫ് ഷാഹി ഡൈനാസ്റ്റി. ഷാഹി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് അദ്ദേഹം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ടൈറ്റിൽ സുൽത്താൻ ബുലന്ദ് ഇക്ബാൽ എന്ന ഈ ഒരു ടൈറ്റിൽ ഷാജഹാൻ കൊടുത്തത് താഴെ പറയുന്നവയിൽ ആർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ദാര ഷിക്കോ. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ മിനി അക്ബർ എന്നൊരു വിശേഷണം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മിനി അക്ബർ. അപ്പോൾ അത് നല്ലൊരു പോയിൻ്റാണ്. മേ ബി ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മിനി അക്ബർ എന്ന വിശേഷണം ലഭിച്ചത് ആർക്കാണ്, അല്ലെങ്കിൽ ഈ മിനി അക്ബർ എന്ന ഈ ഒരു വിശേഷണം ദാര ഷിക്കോവിന് കൊടുത്തത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൈൻപൂൾ. ലൈൻപൂൾ അദ്ദേഹമാണ് മിനി അക്ബർ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്, ദാര ഷിക്കോ. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷനിൽ കാണുന്ന 4 ആൾക്കാരും ഷാജഹാൻ്റെ
പുത്രന്മാരാണ്. ഓക്കെ, അതിൽ ദാരാ ഷിക്കോവിനാണ് ഈ ഒരു ടൈറ്റിൽ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹു അമംഗ് ദ ഫോളോയിങ് ഹാഡ് റിട്ടൺ ദ ബുക്ക് ചാർ ചമൻ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഷാജഹാൻ ഡിസ്ക്രൈബിങ് ദ മുഗൾ നോബിലിറ്റി? ഓക്കെ, അപ്പോൾ ആ ഒരു ബുക്കിൻ്റെ പേര് ചാർ ചമൻ. ഇത് CGL ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ, CGL ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ചാർ ചമൻ എന്ന ബുക്ക് താഴെ പറയുന്നവയിൽ ആരുടെ വർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് മുഗൾ നോബിലിറ്റിയെ പറ്റിയാണ് ഈ ഒരു ബുക്കിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വരുന്നത് അബുൾ ദാൽ, അതുപോലെ തന്നെ ഓപ്ഷൻ ബി ചന്ദ്രബൻ ബ്രഹ്മൻ, ഓപ്ഷൻ സി വന്നിരിക്കുന്നത് ഗുൽബദൻ ബീഗം ആൻഡ് ഓപ്ഷൻ ഡി മുഹമ്മദ് വാരിസ്. ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ചാർ ചമൻ എന്ന് പറയുന്ന ആ ഒരു ബുക്ക് ആരുടെ വർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ഇതിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ചന്ദ്രബൻ ബ്രഹ്മൻ. ഇദ്ദേഹം ഷാജഹാൻ്റെ തന്നെ കോർട്ടിലെ ഒരു മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ, ഓക്കെ, അപ്പോൾ ഷാജഹാൻ്റെ കോർട്ടിലെ മിനിസ്റ്റർ ആയിരുന്നു ഇദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹം എന്തിന് ഫേമസ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഉറുദു പോയട്രിക്ക് ഇദ്ദേഹം ഫേമസ് ആയിരുന്നു. ഉറുദു പോയട്രി. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഷാജഹാൻ്റെ കോർട്ട് വിസിറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഫോറിനേഴ്സ് ആരാണെന്ന് കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെർണിയർ അദ്ദേഹം ഒരു ഡോക്ടറാണ്. അതുപോലെ തന്നെ ടവേർണിയർ അദ്ദേഹം ഒരു ജം മെർച്ചൻ്റ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഫ്രഞ്ച് പീപ്പിളാണ്, ഫ്രഞ്ച് മെൻ. ഓക്കെ, അതുപോലെ തന്നെ മനൂക്കി, അതുപോലെ പീറ്റർ മുണ്ടി, ഇവർ രണ്ടാളും ഇറ്റാലിയൻ അഡ്വഞ്ചറേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ചാർ ചമൻ എന്ന് പറയുന്ന ബുക്ക് ആരുടെ വർക്കാണെന്നായിരുന്നു. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ചന്ദ്രബൻ ബ്രഹ്മൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഇതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രസൻറ്റഡ് കോഹിനൂർ ഡയമണ്ട് ടു ഷാജഹാൻ? ഓക്കെ, കോഹിനൂർ ഡയമണ്ട്. അപ്പോൾ ഷാജഹാന് കോഹിനൂർ ഡയമണ്ട് പ്രസൻറ്റ് ചെയ്തത് താഴെ പറയുന്നവയിൽ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വന്നിരിക്കുന്നത് ഹുസൈൻ ഷാ വാലി, ഓപ്ഷൻ ബി മുഹമ്മദ് സെയ്ദ്, ഓപ്ഷൻ സി ഷെയ്ഖ് മുഹമ്മദ് ആൻഡ് ഓപ്ഷൻ ഡി ഖൈരത് ഖാൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ CHSL 2021 ചോദിച്ച ക്വസ്റ്റ്യനാണ്. CHSL. ഓക്കെ, അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ഷാജഹാൻ കോഹിനൂർ ഡയമണ്ട് പ്രസൻറ്റ് ചെയ്തത് താഴെ പറയുന്നവയിൽ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മുഹമ്മദ് സെയ്ദ്. ഓക്കെ, ഇദ്ദേഹം ഒരു ജം മെർച്ചൻ്റ് ആണ്, മുഹമ്മദ് സെയ്ദ്. ഇദ്ദേഹത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, മിർ ജുംല. അപ്പോൾ ഈ ഒരു പേര് കണ്ടു കഴിഞ്ഞാലും നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റണം. മുഹമ്മദ് സെയ്ദ് അഥവാ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഈ ഒരു മിർ ജുംല. അദ്ദേഹമാണ് കോഹിനൂർ ഡയമണ്ട് ഷാജഹാന്
പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മുന്നേ CPOക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, അതായത് പീകോക്ക് ത്രോൺ കമ്മീഷൻ ചെയ്തത് ഏത് റൂളറാണ് എന്നാണ് ക്വസ്റ്റ്യൻ. പീകോക്ക് ത്രോൺ. അപ്പോൾ പീകോക്ക് ത്രോൺ കമ്മീഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പീകോക്ക് ത്രോൺ കൺസ്ട്രക്ട് ചെയ്യുന്നത് വേറെ ആരുമല്ല, ഷാജഹാനാണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് റെഡ് ഫോർട്ട്, ഡൽഹി. അപ്പോൾ ഈ ഒരു പീകോക്ക് ത്രോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജുവൽ ത്രോൺ ആണ്. ജുവൽ ത്രോൺ ആണ്. അപ്പോൾ ഷാജഹാനാണ് ഈ ഒരു പീകോക്ക് ത്രോൺ കമ്മീഷൻ ചെയ്യുന്നത്, ലൊക്കേറ്റഡ് ഇൻ റെഡ് ഫോർട്ട്, ഡൽഹി. ഓക്കെ, അപ്പോൾ 2019 MTSനും ഇതുപോലെ ചോദിച്ചൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു, ലാൽ കിലെ ആരാണ് പണി കഴിപ്പിച്ചത്, മീൻസ് റെഡ് ഫോർട്ട് ആരാണ് പണി കഴിപ്പിച്ചതെന്നായിരുന്നു, പഴയ ക്വസ്റ്റനാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഷാജഹാനാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം വന്ന CPOയുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റനാണ് ഈ ഒരു പീകോക്ക് ത്രോണിനെ പറ്റിയിട്ട്. 21 CHSLന് കൊഹിനൂർ ഡയമണ്ടിൻ്റെ ഈ ഒരു കൊഹിനൂർ ഡയമണ്ട് ഷാജഹാന് പ്രസൻറ്റ് ചെയ്തത് ആരാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ മെഡേവൽ ഇന്ത്യ എന്ന ടോപ്പിക്കിലാണ് നമ്മൾ ഡിസ്കഷൻ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി റിമൈനിങ് ഉള്ള കുറച്ചുകൂടി കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് മിസ്ലേനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഒന്ന് ഫിനിഷ് ആവും. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള സെഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അപ്കമിങ് എക്സാംസിന് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷൻ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ റിമൈനിങ് കാര്യങ്ങൾ അടുത്ത സെഷനിൽ ആയിരിക്കും. അപ്പോൾ അടുത്ത സെഷനിൽ കാണുന്നവരേക്കും ബൈ.